ഫിറ്റ് ചെയ്യുക അതിനകത്ത്. ഇവിടെ ഒരു സാമ്പിൾ സബ്സ്റ്റൻസിന് തന്നിട്ടുണ്ട്, ഹൈഡ്രജൻ H2. എൻ്റെ മാസ് ഇൻ ഗ്രാം 2, 2 ഹൈഡ്രജൻ മാസ് ഇൻ ഗ്രാം 2 തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്ന മാസ് ഇൻ ഗ്രാം ഡിവൈഡ് ബൈ മോളാർ മാസ്. മാസ് ഇൻ ഗ്രാം 2 ഗ്രാം ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് ഡൈഹൈഡ്രജൻ 2. അപ്പോൾ 2/2 1. അപ്പോൾ വോളിയം ഇൻ ലിറ്റർ അറ്റ് STP 1 mole, so 1 into 22.4 liter. Then it contain how many molecules? 1 mole contain 1 Avogadro number of molecule. 1 into 6.02 into 10 raised to 23. ഈ കോൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് ഈ ബ്ലാങ്ക്സ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ നമ്പർ ഓഫ് മോൾസ് എത്ര തന്നിട്ടുണ്ട്? 2. 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം, 1 കാർബൺ 12, 2 ഓക്സിജൻ 16 into 2 32. Therefore 1 mole having a mass is equal to 44 gram. ഇവിടെ 2 മോൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മാസ് ഇൻ ഗ്രാം എന്താണ്? 1 മോളിന് 44 ഗ്രാം. അപ്പോൾ 2 മോൾസ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ഫില്ല് ചെയ്യും? 2 into 44 ഗ്രാം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ വോളിയം ഇൻ STP 1 മോളിന് 22.4 ലിറ്റർ. ഇവിടെ എത്ര മോളുണ്ട്? 2 മോൾ. അപ്പോൾ 2 into 22.4 ലിറ്റർ. കറക്റ്റ് ആണല്ലോ. അപ്പോൾ എത്ര നമ്പർ ഓഫ് മോളിക്യൂളുണ്ട്? 2 times അവഗാഡ്രോ നമ്പർ. ഓക്കെ. നൗ ദ നെക്സ്റ്റ് വൺ ലിസൺ. അമോണിയ അത് എത്ര മോളാണ് തന്നിരിക്കുന്നത്? 0.1. 1 mole of ammonia എത്ര ഗ്രാമാണ്? 1 nitrogen 14, 3 hydrogen 3. So what is the gram mass? 17 gram ആണല്ലോ. ഇവിടെ 0.1 മോളേ ഉള്ളൂ. 1 mole 17 gram. അപ്പോൾ 0.1 മോൾ 1.7 gram അല്ലേ? അങ്ങനെയാണെങ്കിൽ വോളിയം ഇൻ STP how many moles? 0.1 മോൾ. So 0.1 into 22.4 liter. And therefore the number of molecule mole into Avogadro number. That means 0.1 into Na. ഇനി നമുക്കിത് ലാസ്റ്റ് കോളം ഫില്ല് ചെയ്യണം. ഹീലിയം മാസ് ഇൻ ഗ്രാം 4 എന്നുണ്ട്, നമ്പർ ഓഫ് മോൾ 1 ആണല്ലോ. അപ്പോൾ എത്ര ലിറ്റേഴ്സ്? 1 മോൾ 22.4 ലിറ്റർ. ഹൗ മെനി മോളിക്യൂൾസ്? ഹീലിയം ഈസ് മോണോ അറ്റോമിക് മോളിക്യൂൾ അല്ലേ? സോ 1 മോൾ. സോ 1 into Avogadro number. ഓക്കെ.